ഹലോ, എല്ലാവർക്കും സീതയെ കമ്പിളി ലോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖവും സന്തോഷമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പം നമുക്കിന്ന് കുറച്ചൊരു മഴക്ക് കുറവുണ്ട്. എന്നിരുന്നാലും എല്ലായിടത്തും നല്ല മഴ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആറിൻ്റെ അവിടെ പോയി ഒന്ന് നോക്കിയായിരുന്നു. അപ്പം ഇന്നലത്തെ ആ ലെവൽ തന്നെയായിട്ട് കുറച്ചും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. പക്ഷേ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. വെള്ളം കലങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ പേടിക്കേണ്ടത്. അപ്പോൾ വീണ്ടും മഴയാണെന്നാണ് അതിൻ്റേത്. പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ വലിയ ഇത് പേടിയില്ല. ഇനിയിപ്പം മഴ ഒന്നും കൂടി നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാൽ പണിയാവും. അപ്പം ആപ്പിളുമായിട്ട് വൈകിട്ട് ഞങ്ങളിങ്ങനെ ഒന്ന് വരും, ഞാനും കാത്തു വെക്കാം. അപ്പോൾ അങ്ങനെ അവനെയും കൊണ്ടുവന്നു. അപ്പോൾ ആറിൻ്റെ അവിടെയൊന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ് ഒക്കെ വന്നത്. അപ്പം ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. ഒരു സന്ധ്യാസമയമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സന്ധ്യാസമയത്ത് കുറച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ വൈകുന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം അവലോസോടി ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് അവലോസോടിയും പിന്നെന്താ കുറച്ച് പഞ്ചസാരയും പഴമൊക്കെ ഇട്ട് കുഴച്ചാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിക്കണ്ടേ. അപ്പോൾ വിളക്ക് കത്തിക്കണേക്കാട്ടും മുമ്പ് തന്നെ ഒന്നൊരു അടിക്കലും ക്ലീൻ ചെയ്യലൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ വെളുപ്പിനെ തന്നെയൊക്കെ തുടച്ചൊക്കെ റെഡിയാക്കി ഇടുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ വൈകിട്ട് സന്ധ്യാനാമം ചൊല്ലണതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ആ ഫ്രണ്ടിലെ ഇറാനില്ല, അതും എന്താ പറയണേ, ഈ വിളക്ക് കത്തിക്കണ മുറി മാത്രമേ ഉള്ളൂ അന്നേരം അടിക്കുകയും തുടക്കുകയും ചെയ്യുവേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളക്ക് കത്തിക്കണത് നേരെ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന സ്ഥലമല്ലേ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ അകത്തൊന്ന് തുടച്ചിട്ടേ ഒന്ന് വിളക്ക് കത്തിക്കത്തുള്ളൂ. അപ്പോൾ ഈ റൂം മാത്രമേ തുടക്കുകയുള്ളൂ നമ്മൾ വൈകിട്ട്. അപ്പോൾ വലിയ അഴുക്കൊന്നും കാണില്ല. എന്നാലും നമ്മൾ നടക്കണ കൊണ്ട് ആ ഒരു ഇതുകൊണ്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ജോലികളുണ്ടല്ലോ. വൈകുന്നേരം വിളക്ക് കത്തിക്കണേക്കാട്ട് മുമ്പ് തന്നെ പിന്നെ നമുക്ക് മേല് കഴുകണം, അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ വശം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നടന്നു തന്നെയുണ്ട് നമുക്കൊരു മടിയാണ് പിന്നെ അവിടെ കൊണ്ട് വിളക്ക് കത്തിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കുകയുള്ളൂ. പിന്നെ നമുക്കിന്ന് വൈകിട്ട് കഞ്ഞി വെക്കണം. സാധാരണ ഞാൻ 2 തരത്തും കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അവിടുത്തെ ഒരു അമ്മയുടെ ഇന്ന് ആണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയേക്കണമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ രാത്രി, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുക്കറിൽ കുറച്ച് കഞ്ഞിയാണ് ഇട്ടത്. കഞ്ഞി ഇടണം. അപ്പം ഈ ക്ലീനിങ് ഒന്നങ്ങ് കഴിഞ്ഞിട്ട് വേണം ഞാൻ കുളിക്കണേക്കാട്ട് മുമ്പ് തന്നെ കഞ്ഞിയും വെക്കണം. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ ജോലി. അപ്പം പിന്നെ ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയർ ബാക്കൊക്കെ എടുത്തായിരുന്നു സോഫയമേന്ന് അലക്കാനൊക്കെ ഇട്ട്. അപ്പം ഞാൻ അതും കൂടിയൊക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഇനി അതവിടെ ആരെങ്കിലും വരുമ്പോഴായിരിക്കും പിന്നെ അത് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ കയ്യോടെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകിട്ടത്തെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടി തന്നെ നമ്മുടെ ചെയർ ബാക്കൊക്കെ ഒന്ന് ഇടണം. അപ്പോൾ ഇന്ന് നമുക്ക് ശനിയാഴ്ച പാവല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാനോണ്ട് അങ്ങനെ ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മാറാമ്പലും ഇതെല്ലാം തുടച്ചെല്ലാം ക്ലീൻ ചെയ്തതാണ്. പിന്നെ ജസ്റ്റ് പിന്നെ മഴ കാരണം നമുക്ക് മുറ്റടിക്കാനായിട്ട് ഇറങ്ങാൻ പോകാനാണ് പാട്. അപ്പോൾ പ്ലാവിൻ്റെ ഇലയൊക്കെ നിറച്ച് കിടപ്പുണ്ട് ഇപ്പോഴും. എന്നിട്ട് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നമ്മുടെ കോല് കൊണ്ട് കുത്തിയൊക്കെ എടുത്തായിരുന്നു ഈ
മെറ്റലിട്ടേക്കുന്ന സ്ഥലത്തൊക്കെ, അല്ലാത്ത സ്ഥലത്തൊക്കെ ഇനി ഒത്തിരി ഉണ്ട്. അപ്പം ഇനി മഴയൊക്കെ ഒന്ന് മാറി നിന്നിട്ട് വേണം അതൊക്കെ ഒന്ന് അടിച്ചൊക്കെ എടുക്കണം നാളെ. അപ്പോൾ നമ്മൾ അതുപോലെ ചൂടൊക്കെ അനുഭവിച്ചതല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ തണുപ്പാണെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുണിയൊന്നും ഉണങ്ങത്തില്ല. പിന്നെ ഇറങ്ങുമ്പോൾ ആകെപ്പാടെ മുറ്റമൊക്കെ നനഞ്ഞ്, അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടം തണുപ്പ് തന്നെയാണ്. ചൂട് നമുക്കാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പം ഇപ്പോൾ കണ്ടില്ലേ, വയനാട്ടിലൊക്കെ എന്ത് ഉരുൾപൊട്ടലും എന്തെല്ലാം മണ്ണിടിച്ചിലും ഒക്കെ ആയിട്ട് അവിടെ എന്തൊക്കെ ഇതാണ് ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നുമില്ല, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. പക്ഷെ നമുക്കുള്ളൊരു പേടി മീനച്ചിലാറ് മാത്രമേ ഉള്ളൂ. അവിടെ വെള്ളം പൊങ്ങിയാലേ ഉള്ളൂ നമുക്കുള്ളൊരു പേടി വരുന്നത്. അത് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. എന്നാലും നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണേ. ഇനിയിപ്പം സാധാരണ കയറുന്നതിലും കൂടുതൽ വെള്ളമൊക്കെ കയറിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് 2018 കണ്ടില്ലേ വെള്ളം കയറിയത്. അത് പ്രതീക്ഷയാണോ? അത് പിന്നെ ഡാമൊക്കെ തുറന്നിട്ടിട്ടാണെന്ന് പറയാം. പക്ഷേ ഈ മീനച്ചിലാറ്റിലെ വെള്ളം അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഇതുവരെക്കും അങ്ങനെ അങ്ങോട്ട് കാര്യമായിട്ട് ഒരു 2 ദിവസമൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുള്ളൂ. പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ടങ്ങ് പോകും. എന്നാലും വെള്ളം കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടങ്ങേറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെള്ളം കയറില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും നമുക്ക് ഒന്ന് റോട്ടിലോട്ടൊരു ആവശ്യത്തിന് പോകാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. അതാ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ദേ കുക്കറിൽ കഞ്ഞിയൊക്കെ വെക്കാൻ പോവാം. കുറച്ച് കഞ്ഞി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ കുളിക്ക് മുമ്പ് തന്നെ അതൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ചെയ്യണം എനിക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ വൈകിട്ട് നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പം ഞാൻ ഇന്ന് ഇതിന് കറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേളൂരിയില്ലേ, ചെറിയ വേളൂരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കറി ഇതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഉപ്പ് പുരട്ടി വെച്ചേക്കണം. അതൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനും കൂടി ഒന്ന് വറുത്ത് വെക്കണം. വറുത്തിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാറാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കും. അന്നേരം നമ്മൾ വറക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമുക്ക് അങ്ങനെ ടി വിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഒന്ന് വറക്കാനൊക്കെ ഒരു മടിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നേരത്തൊക്കെ തന്നെ റെഡിയാക്കി വെക്കാം. പിന്നെ ജസ്റ്റ് അന്നേരം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇപ്പം വേഗം ഞാൻ എന്താ പറയുക ഒരു 5:45 6 തന്നെ വിളക്ക് കത്തിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇനി പോയിട്ട് ഇത് എടുത്ത് വെച്ചിട്ട് വേണം നമുക്കിനി മേലൊക്കെ കഴുകാൻ വേണ്ടി പോകാനായിട്ട്. മേലൊക്കെ കഴുകി വിളക്ക് വെക്കുവാണേ. അപ്പം ശരിക്കും സന്ധ്യയായി അങ്ങ് വരുന്നേ ഉള്ളൂ. ഞാനപ്പോൾ കുറച്ച് നേരത്തെ തന്നെ വിളക്ക് കത്തിക്കുവേ. ഭയങ്കരമായിട്ട് അങ്ങോട്ട് സന്ധ്യയാകാൻ നോക്കിയിരിക്കില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ കുറച്ച് ലേറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ തന്നെ വിളക്ക് കത്തിക്കും. പിന്നെ കുറച്ച് നേരം ഇരുന്ന് നാമം ചൊല്ലും. അതൊക്കെയാണ് നമ്മുടെ വൈകിട്ടത്തെ പരിപാടികൾ.
അപ്പോൾ അതേ മുറ്റമൊക്കെ ഒന്ന് ഉണങ്ങിയൊന്ന് റെഡിയായി വരുന്നുണ്ട്. കുറച്ച് നേരം മഴ മാറിയപ്പോൾ തന്നെ ഒരു ഇതായി. അങ്ങനെ കുറച്ച് നേരം ഒരു നാമമൊക്കെ ചൊല്ലി പിന്നെ നമുക്കൊരു പാക്ക് ഇടാം. നമ്മൾ ഇന്നൊരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് മുഖത്തിടാനായിട്ട്. നല്ല അടിപൊളി പാക്കാണ്. അപ്പോൾ ഇതിന് 3 സാധനങ്ങൾ മതി ആകെപ്പാടെ. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന 3 സാധനങ്ങൾ. അപ്പം ആദ്യത്തെ ഇത് നമ്മളിത് ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത്. നമ്മുടെ ഒരു 2-3 ദിവസം അങ്ങേയറ്റം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഗുണം പോവും. പിന്നെ വേറെ അരച്ചെടുക്കണം നമ്മൾ. അപ്പോൾ അതേ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാമേ. അപ്പോൾ അതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പം അറിയാലോ, ഉരുളക്കിഴങ്ങിൻ്റെ ഇതെല്ലാവർക്കും അറിയാലോ. മുഖത്ത് നല്ല തിളക്കം കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ തക്കാളി ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. പിന്നെ നമുക്ക് അടുത്ത ഇതിലോട്ട് ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇനി നമുക്ക് ഈ നാരങ്ങയുടെ പകുതി മതിയേ. അതുകൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മുഖത്തും കയ്യിലും ഒക്കെ ഇടാം. നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ പാക്ക് നന്നായിട്ടൊന്ന് കയ്യിലൊക്കെ നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഒരു മസാജും കൂടി കൊടുക്കണം. അപ്പോൾ നമുക്ക് കൈക്ക് നല്ല ഇതാണ്. പിന്നെ നമുക്ക് ഇത് തന്നെ മുഖത്തും ഇടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല സ്കിന്നിന് പറ്റിയതാണൊക്കെ. തക്കാളിയും ഉരുളക്കിഴങ്ങും ചെറുനാരങ്ങ നീരും ഒക്കെ. അപ്പം നമുക്കിപ്പം കൈ ഇടുന്ന സമയത്ത് മുഖത്തും ഇടാം. പിന്നെ നമുക്ക് ഈ ജോലികളൊക്കെ അടുക്കളയിലുള്ള കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇടുമ്പോൾ കരുവാളിപ്പൊക്കെ ശരിക്കും അങ്ങ് മാറും. കൈ നല്ല അടിപൊളിയായിട്ടിരിക്കും. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് ഒരു 2-3 ദിവസത്തേക്ക് ഇത് ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലിയൊക്കെ കഴിയുമ്പോൾ അതെടുത്ത് പുരട്ടുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വന്നാലും ഒരു 3 ദിവസത്തേക്കൊക്കെ നമുക്ക് ഈ പാക്ക് ഉണ്ടാവും. ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ചെറിയ ഒരു തക്കാളിയാണ് ഞാനെടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 3 ദിവസത്തേക്കൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കണം കേട്ടോ. എന്നാലും ഉള്ളൂ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കൈയൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് കയ്യിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്താൽ മതി. അപ്പം തന്നെ നമ്മുടെ കൈ നല്ല സോഫ്റ്റും നല്ല എന്താ ഒരു നിറവും ഉണ്ടാകും കൈക്ക്. നമ്മൾ ഈ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകുന്നതല്ലേ. അപ്പം ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കൈ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല. ഇത് ഈ പാക്ക് അരച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ 2-3 ദിവസം നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.